നായന്മാര് നാഗരാണോ ശൂദ്രരാണോ എന്നുള്ള ഒരുപാട് കമന്റുകൾ കണ്ടു. ചിലർ നമ്പ്യാർ ജാതി കൈമൾ ജാതി ഇങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ടൈറ്റിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് പേരുകൾ ജാതി അല്ല അതെന്നാണ് കണ്ടിരുന്നത്. അതൊന്നും അത്ര കാര്യമാക്കിയില്ല ഞാൻ. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഞാനൊരു പുസ്തകം മേടിച്ചു. ആ പുസ്തകം വളരെ ഫേമസ് ആണ്, നിങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഇതാണ് പുസ്തകം, നായന്മാരുടെ പൂർവ്വചരിത്രം. കാണിപ്പയ്യൂര് ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയതാണ്. ഇതിന് 2 ഭാഗമുണ്ട്. ഞാൻ ഈ പുസ്തകത്തിന്റെ കാര്യമല്ല പറയുന്നത്. ഇത്രമാത്രം പക്ഷപാതപരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. നായന്മാരെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഇടിച്ചു താത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയതെങ്കിലും അദ്ദേഹം നല്ലവണ്ണം നമ്പൂതിരിമാർക്കും പണി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയെന്നുള്ളത് കൂടി ഞാൻ പറയാം. കാരണം ഈ പുസ്തകത്തിൽ ഉടനീളം നാഗന്മാര് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അതായത് പ്രൊഫസർ ഇളംകുളം PN കുഞ്ഞൻപിള്ളയ്ക്ക് എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന് ഒരു മറുപടി എന്ന നിലയ്ക്കാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതല്ല, അതിലുടനീളം നമ്പൂതിരിമാരുടെ മേധാവിത്വവും അവരാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠത എന്ന രീതിയിലും ചില അനാചാരങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മണ സഹോദരന്മാരൊന്നും വേറെ ഒന്നും തോന്നരുത്. ഞാൻ ഈ പുസ്തകത്തിലത്തെ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാവരെ കുറിച്ചും ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാ ജാതിയും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് തുടങ്ങുന്നത് തന്നെ 2 രീതിയിലാണ്. അതായത് ആര്യന്മാരും ദ്രാവിഡന്മാരും. ഈ ആര്യന്മാരുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ആര്യന്മാര് ഈ ഹോമങ്ങളിൽ ഈ വസ്തുക്കളൊക്കെ സമർപ്പിച്ച് ഉണ്ടാക്കുന്നു. ചുരുക്കിയിട്ട് പറയണം, വളരെ ചുരുക്കി. അത് വലിയൊരു വീഡിയോ ആവുമെന്ന് എനിക്ക് ഒരു ഇതുള്ളതുകൊണ്ട് വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അതുപോലെ ദ്രാവിഡന്മാരാണെങ്കിൽ അവർ ആടും പാടും മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഗുരുതി, ഇതൊക്കെ അവർക്കുണ്ട്. അപ്പൊ ഈ ഗുരുതി എന്ന് പറയുന്നത് കുരുതിയുടെ ഒരു രൂപമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മൃഗബലി നടത്തിയതിന് പകരമായിട്ട് നടത്തുന്നതാണ് ഗുരുതി. അതായത് കുറച്ച് കളറൊക്കെ കലക്കിയിട്ടുള്ള, കളർ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു മരത്തിന്റെ ഒരു വേരുകളാണ്, അത് ഇടിച്ചു പൊടിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ്. അപ്പോ ഈ ദ്രാവിഡന്മാർക്ക് ദ്രാവിഡന്മാരിൽ നിന്ന് വന്നതാണ് നായന്മാര് എന്ന് ഇളംകുളം എഴുതിയപ്പോ അദ്ദേഹം പറയുന്നത് ദ്രാവിഡന്മാരല്ല. അദ്ദേഹം പറയുന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗുരുതി എന്ന് പറയുന്നത് നായന്മാരുടെ ഇടയിൽ ചെയ്യുന്ന ചില ചടങ്ങുകൾക്ക് മറ്റു കാര്യത്തിൽ ഗുരുതി കൊടുക്കാറുണ്ട്. അപ്പൊ ദ്രാവിഡന്മാരാണെന്നുള്ള രീതിയിലാണ് ഇളംകുളം അങ്ങനെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അതല്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, അതില് പേജ് നമ്പർ 11 അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണ വൃത്തി, ബ്രാഹ്മണന്മാർക്ക് ഒരു വൃത്തി ഉണ്ട്, എല്ലാവർക്കും ഒരു തൊഴിലുണ്ട്. ആശാരിക്ക് ആശാരിപ്പണി, അതുപോലെ കൊല്ലനാണെങ്കിൽ കൊല്ലപ്പണി. നായർപ്പണി എന്ന് പറയാറില്ല, കാരണം ദ്രാവിഡരാണെങ്കിൽ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പണി ഉള്ളത് ഇതിലില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദ്രാവിഡരല്ല. പിന്നെ എന്താണ് അപ്പോ ഈ ഗുരുതി എങ്ങനെ വന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നായർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഒരു പണിയാണ്. അതായത് നായക് എന്നുള്ള വാക്കിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. അത് പറയുന്നത് പടയാളി, സോൾജർ എന്നൊക്കെയാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഇത് കൊടുത്തിട്ടില്ല. അതുപോലെ പേജ് നമ്പർ 14 പറയുന്നുണ്ട്. അതായത് ഇയാള് നമ്മുടെ കുഞ്ഞൻപിള്ള പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം കമ്മാളൻ, അതായത് നായന്മാർ കമ്മാളന്മാരിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു, ദ്രാവിഡത്തെ. അതും അല്ല എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് സിന്ധിൽ നിന്ന് വന്ന ആര്യന്മാരാണ് ഇവിടുത്തെ നമ്പൂതിരിമാരൊക്കെ. അതിന് തന്നെ ഒരു തർക്കം ഇപ്പൊ നിൽക്കുന്നുണ്ട്. കാരണം ആര്യന്മാരുടെ പ്യുവർ ബ്ലഡ് ആയിട്ടുള്ള ആര്യന്മാരാണ് ഇവരെ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം രൂപത്തിലും ഭാവത്തിലും സംസ്കാരത്തിലും ഒക്കെ കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ നോർത്ത് ഇന്ത്യയിലത്തെ ബ്രാഹ്മണന്മാരെ പോലെ അല്ല നമ്മുടെ കേരളത്തിലെ ബ്രാഹ്മണന്മാരുള്ളത്. ഇനി ഇതിനൊക്കെ പുറമെ ആര്യ സംസ്കാരത്തിനെക്കാട്ടിലും മുന്നേ ഒരു സംസ്കാരം ഉണ്ടായിരുന്നതായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലതും നമുക്ക് ഇന്നതാണ് എന്ന് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഇനി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. എവിടുന്ന്? ആര്യന്മാര് കൊണ്ടുവന്നത് ബ്രാഹ്മണന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ പറയുന്ന വിഭാഗം. ആ പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് നാഗരാണെന്നാണ്. അപ്പൊ നാഗരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യജമാന ഭക്തിയും ധൈര്യവുമുള്ള ഒരു വിഭാഗം. ഇങ്ങനെയുള്ള ഒരു വിഭാഗമുള്ള ഒരു മൃഗത്തിന്റെ പേരുണ്ട്, പക്ഷെ അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറയാതെ ആ രീതിയിലാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധിശക്തിയുടെ കാര്യത്തിലോ പഠിച്ചെടുക്കാനുള്ള കഴിവിന്റെ കാര്യത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ആകെ രണ്ട് വാക്ക് മാത്രമേ ഉപയോഗിക്കൂ. പിന്നെ അതുപോലെ അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം
നാഗരായിട്ടാണ്, അതായത് നാഗാലാൻഡിലത്തെ നാഗരായിട്ടാണ് അദ്ദേഹം ഇത് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ ധൈര്യവും അതുപോലെ തന്നെ യജമാന ഭക്തിയുള്ള ഒരു വിഭാഗമാണ് ഈ ഗൂർഖകൾ. ഷേർപ്പകളായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ ഹിമാലയ പർവ്വതമൊക്കെ കയറാൻ പോകുമ്പോൾ കൂടെ ഈ ഭാരങ്ങളൊക്കെ കയറ്റി നടക്കാനുള്ള ആൾക്കാരാണല്ലോ ഷേർപ്പകൾ. അതേസമയം ഗൂർഖ എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, അത് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയുള്ള ആൾക്കാർ തന്നെ ആയിരുന്നു ഈ കുറിച്യരൊക്കെ. ധൈര്യവും യജമാന ഭക്തിയുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെയുള്ള ആൾക്കാരാണ് ഇപ്പോ ഇതൊന്നും നോക്കണ്ട, വൈദേശിക ശക്തികളെ ഇപ്പൊ കിൽജി ആണെങ്കിലും മറ്റേ ഗോറി ആണെങ്കിലും അവരുടെ ഒക്കെ പടയാളികൾ ഇതേപോലെ ഈ രണ്ട് ഗുണങ്ങളുള്ള ആൾക്കാരായിരുന്നു. വേറെയുണ്ട് ഈ രാജാക്കന്മാർ, ദ്രാവിഡന്മാരെ തന്നെ നോക്കി വേറെയുണ്ട്. അപ്പൊ അവരായിട്ടൊന്നും കമ്പയർ ചെയ്തിട്ടില്ല. നാഗന്മാരാണ്. അതിന് കാരണം പറയുന്നത് ഇവര് സർപ്പത്തെ ആരാധിക്കുന്നതാണ്. സർപ്പം എന്ന് പറയുന്നത് അനന്തശയനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അത് മഹാവിഷ്ണുവിന്റെ മുകളിൽ, അദ്ദേഹം അനന്തന്റെ മുകളിലാണ് നിൽക്കുന്നത്. സർപ്പത്തിന്റെ രാജാവാണ്. 10 ദശാവതാരങ്ങളിൽ സർപ്പം പറയുന്നില്ലെങ്കിലും സർപ്പം, അതുപോലെ ഗരുഡൻ, അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട ഇപ്പോ പശു, അല്ലെ, അതൊക്കെ ഒരു ദൈവമായിട്ടല്ലേ കണക്കാക്കുന്നത്. ഇതൊക്കെ അങ്ങനത്തെ ഒരു ആരാധനാമൂർത്തിയാണ്. ഇത് നായന്മാര് മാത്രമല്ല ആരാധിക്കുന്നത്, എല്ലാ ഒരു വിധമുള്ള ആൾക്കാരൊക്കെ ആരാധിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ സർപ്പത്തിന് പ്രത്യേകിച്ച് ഇതുണ്ട്, അതായത് കാവുകളുണ്ട്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നായന്മാര് മാത്രമാണ് ഇത് ആരാധിക്കുന്നതെങ്കിൽ ഈ പാമ്പും മേക്കാട്ടുകവനല്ലേ, പാതിരിക്കുത്തുമ്മന, അവര് പറയണത് അവിടുത്തെ ഒരു അംഗം പാമ്പായി മാറിയതാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷെ എന്തായാലും അവർ സർപ്പത്തെ ആരാധിക്കുന്നുണ്ട് അവര്. അപ്പോ സർപ്പം ആരാധിക്കുന്നവരൊക്കെ നാഗരായി മാറുമോ? അല്ല. പിന്നെ അടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്, 21ാമത്തെ പേജിലാണ് പറയുന്നത്. അതിനു മുമ്പ് ബഹുഭർത്തൃത്വം പറയുന്നുണ്ട്. അന്തർജനങ്ങൾക്ക് ബഹുഭർത്തൃത്വം ഇല്ല. നമ്പൂരിമാരുടെ കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അതേസമയം നായർ സ്ത്രീകൾക്ക് ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നു. അതായത് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ ഭർത്താക്കന്മാരായിട്ട് എടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്നത്തെ മോഡേൺ ചിന്തയിൽ ഇപ്പോഴാണ് പലർക്കും പല രാജ്യങ്ങളും ഇന്ന് വന്നിട്ടില്ല. പക്ഷെ നായർ സ്ത്രീകളിൽ അന്നേ ഉണ്ടായിട്ടുണ്ട് ഇത്രയും മാത്രം സ്വാതന്ത്ര്യം. അതായത് ഇഷ്ടമുള്ളപ്പോൾ വിവാഹം കഴിക്കാനും വേണ്ട എന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കാനും ഉള്ള ആ ഒരു എന്താ പറയണ്ട സ്വാതന്ത്ര്യം. അത് പുതിയ ഇത് ഇപ്പോഴും കൂടി ഇല്ല, പലതും ഇപ്പൊ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കോടതികളിലൊക്കെ, അല്ലെ. പക്ഷെ അന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പൊ അത്രമാത്രം പുരോഗതി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം പറയുന്നത് പേജ് നമ്പർ 21 പറയുന്നുണ്ട്. അതിലാണ് യഥാർത്ഥത്തിലുള്ള സ്വഭാവം ചാടുന്നത്. അതായത് ഈ ഈഴവരും നായന്മാരും ഒക്കെ പാടിയിട്ട് ഒരുമിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലാണ് പണ്ട് കാലത്ത് ഇവർ പ്രാകൃതരാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഇളനീര് മനുഷ്യന്റെ തലട പോലെ ചെത്തി ഉണ്ടാക്കി അത് ഒരു ഉരലിൽ ഇട്ടിട്ട് അതിനെ അതിൽ ചില, അതായത് ബ്ലഡിന്റെ കളർ വരാൻ വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ഇടും. അതൊക്കെ ഇട്ടിട്ട് ഇടിച്ച് പൊടിക്കും. അപ്പൊ ഇതിനെ പൊങ്ങിലടി, ചിലയിടത്ത് കൊങ്ങിലടി എന്നും പറയും. ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക്, അതായത് നമ്മള് പ്രായമുള്ള ആളുകളും കുട്ടികളും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല. സ്ത്രീകളാണ് ഇത് ഇടിച്ച് പൊടിച്ചിട്ട് ഭയങ്കര ആക്രോശവും ഭയങ്കര, ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഇത് നടക്കുക. അപ്പൊ അതിന്റെ അടുത്തായിട്ട് അവരുടെ സങ്കല്പം എന്താണെന്നറിയോ? സങ്കല്പം എന്ന് പറയുന്നത് ഈഴവന്റെ തലയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഈ സമ്പ്രദായം. എന്നിട്ട് ഈഴവ സ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഈഴവ സ്ത്രീകളെ കല്ലെറിയാൻ വേണ്ടിയിട്ട് നമ്പൂതിരി സംഘങ്ങൾ അവിടെ കാത്തു നിൽക്കും, എന്നിട്ട് എറിയുക. അപ്പൊ ഇവര് തമ്മിലുള്ള വൈരാഗ്യം ഉണ്ടാക്കുന്നതിനും നീചന്മാരാക്കുന്നതിനും വേണ്ടിയിട്ട് ഇതിന് പ്രോത്സാഹനം കൊടുത്തിരുന്നത് നമ്പൂതിരിമാരാണ്. അവരായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് സപ്ലൈ ചെയ്തിരുന്നത്. അപ്പൊ ഇദ്ദേഹം തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇത്ര ഇത് കാണിപ്പോ ഇവരെന്നെ എഴുതിയതാണ് അദ്ദേഹം. അപ്പൊ നോക്കൂ എങ്ങനെയാണ് സമൂഹത്തിൽ ജാതി ചിന്തകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പിന്നീട് വേറൊരു കാര്യം, അതായത് ഈ തൊട്ട് കഴിഞ്ഞാൽ മാത്രമല്ല അയിത്തം, ഓരോന്നിനും 35 അടിയും 50 അടിയും ഒക്കെ അകലം പറഞ്ഞിട്ടുണ്ട്. അത്രയും ദൂരത്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ, ഈ ശൂദ്രരൊക്കെ ആണെന്നുണ്ടെങ്കിലും മനക്കിലൊരു പരിധി ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് ഞാൻ വേറെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊടാൻ പാടില്ല, ദൂരത്തുനിന്ന് കണ്ടാൽ മാത്രം, കണ്ടാലും കൂടി പോലെയാണ് എന്ന് പറയുന്ന ആൾക്കാരായിട്ട് സംബന്ധത്തിന് പോയിരുന്നു. അതായത് കല്യാണം കഴിയുന്നതിന് മുമ്പ് ഈ നായർ സ്ത്രീകൾ അല്ലെങ്കിൽ അവര് പോയിട്ട് മനക്കിൽ പോയിട്ട് അനുവാദം മേടിക്കണം. അവിടെ കുറച്ച് ഇത് കൊണ്ടുപോയി കൊടുക്കണം, എന്താ പറയാ, ദ്രവ്യങ്ങൾ വെക്കണം. അതുപോലെ തന്നെ പെണ്ണ് കെട്ടിച്ചു കൊണ്ടുവന്നാൽ തന്നെ, അതായത് മറ്റു ജാതിയിലൊക്കെയാണ് ഉള്ളത് എങ്കിൽ ആദ്യ രാത്രി ഭർത്താവിനൊപ്പം അല്ല ചെലവഴിക്കുന്നത്.
അവിടെ ആ ഭാഗത്തുള്ള നമ്പൂരി പ്രമുഖൻ ആരാണോ അദ്ദേഹം പോകും. അപ്പൊ ഇവിടെ അയിത്തമൊന്നും അതിന് ബാധകമല്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും പോട്ടെ. അടുത്തത് ഇതില് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. തമിഴില് യാ എന്ന അക്ഷരം ഇല്ലാത്തത് കൊണ്ടാണ് ഗ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. അപ്പോ നായകൻ എന്നുള്ളത് ഈ ഗാക്ക് പകരം ഉപയോഗിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവര് നാഗർ എന്നാണ്, യാ എന്നുള്ളതിന് പകരം ആ ഗ എന്നാക്കിയതാണ്. അപ്പൊ തമിഴിലേക്ക് അവിടെ വന്നിട്ടുണ്ട്. ദ്രാവിഡരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, നാഗരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് തമിഴിലേക്ക് കൂട്ടുപിടിക്കുകയും ചെയ്തു അതിന്റെ ഉള്ളിൽ. അപ്പൊ യഥാർത്ഥത്തില് നായകൻ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. നായകൻ എന്നുള്ളത് സംസ്കൃത വാക്കാണ്. ഒരു നായക്ക് എന്നുള്ള ഒരു ഇതിനോട് ബന്ധപ്പെട്ടാണ്, ലീഡർ എന്നുള്ള പദമാണ് അങ്ങനെ ഉള്ളത്. ഇനി നിങ്ങളത് ചർച്ച ചെയ്യുക, നിങ്ങൾ എന്നെ വിലയിരുത്തുക. പേജ് നമ്പർ 35 അതിൽ പറയുന്നത് ആര്യന്മാരുടെ രക്ഷയ്ക്കായി കൂടെ കൊണ്ടുവന്നതാണ്. രക്ഷയ്ക്കായിട്ട് മറ്റുള്ളവരെല്ലാം കൊണ്ടുവരിക. എപ്പോഴും നാടിനെ രക്ഷിക്കേണ്ടതും പ്രൊട്ടക്ടറാക്കി വെക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ക്ഷത്രിയയാണ്. അപ്പൊ കൂടെ കൊണ്ടുവരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ക്ഷത്രിയരിൽ പെടണം. അല്ലാതെ 4ാം ക്ലാസ്സും അല്ലാതെ ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിനെ കൂടെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ തൊടാനും കൂടി പാടില്ല. അത്രയും ഐത്യമുള്ള ആൾക്കാർക്ക് പറ്റുമോ? അതാണ് അവിടെ വേറൊരു കാര്യം. അപ്പോ അത് ചിലപ്പോ ക്ഷത്രിയ, രജപുത്ര അങ്ങനെയാണ്. രജപുത്രരായിട്ട് അന്നത്തെ ഇതിൽ 360 പേരോളം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വില്യം ലോഗന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്തെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ അതിനുണ്ടായതാണോ എന്ന്. അപ്പൊ അതിൽ പരപ്പനാട് രാജയും മറ്റേ കോട്ടയം രാജാവിനെയും കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അവരാണെന്ന്. അതിന്റെ ഒപ്പം തന്നെ വേറെയുണ്ട്. ഇനി പേജ് നമ്പർ 36 അതില് നാഗക്കുന്നിലെ നായന്മാര് അവര് ആയിട്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. നാഗാലാൻഡിൽ കിടക്കുന്ന നാഗന്മാര് അവര് സർപ്പത്തെ ആരാധിക്കുന്നു വിചാരിച്ചിട്ട് അവര് നമ്മളും അവരുമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലുള്ള നായന്മാര് അവരാണെന്ന് പറയുന്നു. ഇത് നമ്മള് സംസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും രൂപസദർശനത്തിന്റെ കാര്യത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് അതിന്റെ ഉള്ളില്. പിന്നെ ഈ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധിശക്തിയുടെ കാര്യം, അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ്, അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം രണ്ട് കാര്യങ്ങളും മാത്രമേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് പെട്ടെന്ന് അത് നല്ല ധൈര്യമുണ്ട്, അതുപോലെ യജമാനന്റെ ഭക്തി. പിന്നെ പേജ് നമ്പർ 38 അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണന്മാർക്ക് ബ്രാഹ്മണ ശർമ്മ, അല്ലെങ്കിൽ ശർമ്മ എന്ന പേര് എപ്പോഴും ബ്രാഹ്മണന്മാരുടെ ഒപ്പം ചേർക്കുത്രേ. അപ്പൊ ശർമ്മ എന്നുള്ള പേരില്ലാത്ത നമ്പൂരിമാരും ഇവരൊന്നും ബ്രാഹ്മണരല്ലേ? അതൊരു കാര്യം. ക്ഷത്രിയര് അവര് വർമ്മ എന്ന് ചേർക്കും. വർമ്മ എന്ന പേരില്ലാത്തവരൊന്നും ക്ഷത്രിയരല്ലേ? പിന്നെ വൈശ്യന് ഗുപ്തൻ എന്ന് ചേർത്തു. ഗുപ്തൻ എന്നുള്ള പേരില്ലാത്തവരൊന്നും ഗുപ്തന്മാരല്ലേ? അതുപോലെ ശൂദ്രന് ദാസൻ എന്ന് ചേർക്കും. അപ്പൊ ദാസൻ എന്ന പേര് ഇല്ലാത്ത ആൾക്കാരൊക്കെ ശൂദ്രന്മാരല്ല. പക്ഷെ നായന്മാർക്ക് ഈ പേരുകളൊന്നുമില്ല. ദാസൊക്കെ പിന്നെ ചേർക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ ദാസൻ എന്നുള്ള പേര് ഉപയോഗിക്കുക. അപ്പൊ അവരുടെ പ്രധാന ഡ്യൂട്ടി അതിൽ കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ശൂദ്രന്മാരുടെ പ്രധാന ജോലി എന്ന് പറയുന്ന ബ്രാഹ്മണ ശുശ്രൂഷയാണ്. ഇവരെ സേവിക്കുക, ഇവരെ സുഖിപ്പിക്കുക. അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതിൽ പെടുമെന്ന് എനിക്ക് അറിയില്ല. കുറെ കമന്റുകൾ എനിക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളെ നമ്പൂതിരിമാരെ ഉയർത്തിക്കടിച്ച് പറയുന്നല്ല കേട്ടോ. ഇപ്പോഴത്തെ നിഷ്കളങ്കരായ, വളരെ പുരോഗമനവാദികളായ, വളരെ ഇതായിട്ട് നല്ല രീതിയിൽ എല്ലാവരുമായി സ്നേഹം പുലർത്തുന്ന ഈ എന്താ പറയാ ബ്രാഹ്മണന്മാരെ ഒന്നും ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ഈ ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുള്ള വലിയ പണ്ഡിതനാണെന്നാണല്ലോ നമ്മളൊക്കെ കണക്കാക്കുന്നത്. അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നായരെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന ഒരു സംഭവമാണ്, അതായത് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ഇതിൽ പേജ് നമ്പർ 11 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ 43 പറയുന്നത് നായർ ഭടന്മാർ എന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. നായർ ഭടന്മാർ. അപ്പോ വാളും പരിചയം നയിച്ച നായന്മാരായിരുന്നു ഇത്ര കല്യാണത്തിന് പോയിരുന്നത്. പല മനക്കിലും ഈ വാളും പടയും ഇതൊക്കെ ഉണ്ടാവും, പരിചയമൊക്കെ ഉണ്ടാവും. ഇത് കൊണ്ടുപോകണമെങ്കിൽ നായന്മാർ വേണം. അപ്പൊ അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് നായർ ഭടന്മാർ എന്നാണ് ഉപയോഗം. അപ്പൊ ഭടന്മാരാണെന്ന് ഒരു സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളില്. പിന്നെ വേദം പഠിച്ചവര് അവര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വില്യം ലോഗൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ്. പല ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഈ ബ്രാഹ്മണരായ ആളുകൾ ചില സംസ്കൃത ശ്ലോകം അങ്ങ് പറയത്രേ, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോ സ്ത്രീകളെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ ഒരു കാര്യം അതിലുണ്ട്. അതായത് കുട്ടിക്കാലത്ത് പിതാവാണ് രക്ഷതു അല്ലെ, പിന്നെ കൗമാരകാലത്ത് പിന്നെ ഭർത്താവാണ്, വാർദ്ധക്യ കാലത്ത് പുത്രന്മാരാണ്, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് സ്ത്രീകളെ കുറിച്ചുള്ള അതായത് അന്തർജനങ്ങളുടെ അവസ്ഥ. അന്തർജനങ്ങളെ പോലെ ആകണം എല്ലാവരും
എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പിന്നെ വേദങ്ങൾ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മറ്റാർക്കും ഈ വേദങ്ങൾ അറിയില്ല, അപ്പൊ ഈ വേദങ്ങളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളും കൂടി അവനവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇനി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പൊ ഉടുപ്പിയില് ഒരു ആചാരം ഉണ്ടായിരുന്നു, അത് വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചതാണ്. അവർണനായ ഒരാള് ഈ ബ്രാഹ്മണനായ വിവരമുള്ള മനുഷ്യന്റെ അടുത്ത് ഒരു ഉപദേശം തേടി, എനിക്ക് മക്കളില്ല, അത് ഉണ്ടാകാൻ എന്താ മാർഗം? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി പെട്ടെന്ന് കളിയാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോവാണ്, ഭക്ഷണം കഴിച്ച് വന്നു കഴിഞ്ഞാലേ ആ എച്ചിലിന്റെ ഇല ഉണ്ട്, അതിൽ കിടന്ന് ഉരുണ്ടോ എന്നാണ് കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ പാവം അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അതേ ചിലപ്പോൾ അതിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ടാവും. പിന്നീട് നമുക്കറിയാം ഈ കുട്ടികൾ ഉണ്ടാകുന്നത് ശാസ്ത്രീയമായ ചില വശങ്ങളൊക്കെ ഉണ്ട്. അണ്ടവും ബീജവും സംയോജിക്കുന്ന സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ വല്ലതും ചിലപ്പോൾ ഒത്തിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ കുട്ടികൾ ഉണ്ടായപ്പോ ഇയാളത് ബ്രാൻഡ് ഇത് കൊടുത്തു. അയ്യോ എനിക്ക് ഇങ്ങനെ കിടന്ന് ഉണ്ടോണ്ടാണ് കുട്ടി ഉണ്ടായത് പറഞ്ഞാൽ മറ്റുള്ളവരെ കുട്ടി. അങ്ങനെ ഇതൊരു വലിയ ചടങ്ങായി മാറി ഉടുപ്പിയിൽ. ഇപ്പോ ഒരു 10 വർഷം മുന്നേ വലിയ കോളിലൊക്കെ നിന്ന് ഇപ്പൊ അത് നിന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ആളുകളെ പറ്റിച്ചിരുന്നത്. ഇനി അടിയന്മാർ എന്നതില് വലിയ അഭിമാനം കൊണ്ടിരുന്നു എന്നാണ് പേജ് നമ്പർ 48 കൊടുത്തിരിക്കുന്നത്. ഒരാൾക്കും അടിമയാകാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ നായന്മാരുടെ പക്ഷത്തുനിന്ന് പറയല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കും വേണ്ട. ഞാൻ എല്ലാവരുടെ പക്ഷത്തുനിന്ന് പറയും. കാരണം ജേർണലിസമാണ് എന്റെ സബ്ജക്ട്. നമുക്ക് ഏത് ജാതിയോ മതമോ വിശ്വാസമോ ഇഷ്ടമോ ഒക്കെ ഉണ്ടെങ്കിലും ഫാക്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊന്നും കടന്നു വരരുത് എന്നാണ്. നോ പ്രിജുഡൈസ് ഇൻ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമുക്ക് പ്രിജുഡൈസ് ഇല്ല. അതുകൊണ്ട് ചില കാര്യങ്ങളങ്ങ് പറഞ്ഞു. ഇനി ഇതിന് വിപരീതമായിട്ടുള്ള ചില പുതിയ തെളിവുകൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് ഇത് പറയും. എനിക്ക് കിട്ടിയ തെളിവുകളിൽ ഞാൻ അങ്ങ് പറയുന്നു. പിന്നെ നമ്പൂതിരി ഭ്രമം, വലിയ ചില ആൾക്കാർക്ക് നമ്പൂതിരിമാരോട് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ശരിയാണ്, ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകളോട് ചിലപ്പോൾ മറ്റുള്ളവർ അവരെ അനുകരിക്കാൻ ശ്രമിക്കും. ഭാഷയോടും അവരുടെ നടപ്പിനോടും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയോടും ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം. അങ്ങനെ പറയുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഇനി ശങ്കര നമ്പൂതിരിപ്പാടിനെ കൂടുതലായിട്ട് വിമർശിക്കുന്നില്ല. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. നമുക്ക് അദ്ദേഹത്തിനെ വിമർശിക്കാൻ മാത്രമോ ആയിട്ടുള്ള യോഗ്യതയൊന്നും ഇല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ അദ്ദേഹം മനഃപൂർവ്വം ഇത് വളച്ച് ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനിയുണ്ട് കുറേ പറയാനുണ്ട് അതിൽ, പക്ഷെ ഞാൻ അതൊന്നും ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്ക് യഥാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യാണ്. അപ്പൊ ഇതില് വില്യം ലോഗന്റെ ബുക്കിലും പിന്നെ വേറെ 2-3 ചരിത്രത്തിലുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ ചില കാര്യങ്ങളാണ് പറയുന്നത്. നായർ എന്ന് പറയുന്ന ലീഡർ എന്നാണ് അദ്ദേഹം പറയുന്നത്. തെളിവുകളും വെച്ചിട്ടുണ്ട്. നായക്ക് എന്നുള്ളത് ലീഡർ എന്ന് പറഞ്ഞാൽ സോൾജറാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ ഒറിജിനൽ ആയിട്ട് ഇവിടെ 600, അതായത് ഈ നായർ കുടുംബങ്ങളെല്ലാം കൂടി 600 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇവരുടെ പ്രധാന ഡ്യൂട്ടി പ്രൊട്ടക്ഷൻ ടു ഓൾ പീപ്പിൾ ഓഫ് നാട് എന്നാണ്. നാട് എന്ന് പറയുന്ന ആ രാജ്യത്തുള്ള എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പൊ അതില് ഈ നാടില് ആ നാടിനെ സംരക്ഷിക്കുന്ന ഓരോ നാട്ടിലും തറകൾ ഉണ്ടായിരുന്നു. ഈ തറ എന്ന് പറയാൻ നമുക്കറിയാലോ, ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് തറ.